ജലീൽ കണ്ണമംഗലം കൂടി ചേരുന്നുണ്ട്. ജലീൽ, പോയ രാത്രി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു 3-4 ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ വളരെ സജീവമായ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ജലീൽ. ഹാഷ്മി കൃഷ്ണ, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തുടർച്ചയായ പ്രകോപനം ഉണ്ടാകുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം സൗദിക്ക് നേരെ 6 മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായത്. കിഴക്കൻ മേഖലയെ ലക്ഷ്യമാക്കിയെത്തിയ ഒരു ക്രൂയിസ് മിസൈലിനെയും അതോടൊപ്പം 5 ബാലിസ്റ്റിക് മിസൈലുകളെയും സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ആക്രമണവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ പ്രവിശ്യയിലെ ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഈ മേഖലയിൽ വലിയ സ്ഫോടനം ശബ്ദം കേട്ടതായി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ജനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണമെന്നും അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ മന്ത്രാലയം ആവർത്തിച്ച് നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും കിഴക്കൻ മേഖലയെയും റിയാദ്, അൽഖർജ് ഉൾപ്പെടെയുള്ള മധ്യമേഖലയെയും ലക്ഷ്യമാക്കിയാണ് നിലവിൽ ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. പ്രധാന എണ്ണ പ്ലാന്റുകളും അമേരിക്കൻ സൈനിക താവളങ്ങളും ഒക്കെ ഈ മേഖലയിലുണ്ട്. ഇത് തന്നെയാണ് ഇതിന് ഈ ആക്രമണം ഈ ഭാഗത്തേക്ക് തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 841 ഡ്രോണുകളും 65 മിസൈലുകളും സൗദി സൈന്യം പ്രതിരോധിച്ചു. രാജ്യത്തിന് നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയരുന്ന സമയത്തും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള നയതന്ത്ര നീക്കങ്ങളിൽ സൗദി അറേബ്യ വളരെ സജീവമായി ഇടപെടുകയാണ്. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെത്തി. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ മേഖലയിലെ നിലവിലെ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം, സൗദി, പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഈ സമാധാന ദൗത്യത്തിന് പിന്നിലുള്ളത്. സൗദി കിരീടവാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വിവിധ രാഷ്ട്ര തലവന്മാരുമായി ഫോണിൽ സംസാരിച്ച് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ. അതേസമയം തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ ഭീഷണി നേരിടുമ്പോൾ ഈ ഗൾഫ് മേഖലയിലെ ചരക്ക് നീക്കം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളും ഈ സൗദിയുടെ ഭാഗത്ത് നിന്ന് വളരെ സജീവമാണ്. ഇതിന്റെ ഭാഗമായി ഈ ദമാം കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തും ജുബൈൽ തുറമുഖത്തും എത്തുന്ന കണ്ടെയ്നറുകളുടെ സൗജന്യ സ്റ്റോറേജ് കാലാവധി സൗദി പോർട്ട് അതോറിറ്റി നീട്ടി നൽകിയിട്ടുണ്ട്. ചരക്കുകൾ ഇറക്കിയ ശേഷം കണ്ടെയ്നറുകൾ തിരികെ അയക്കാൻ വൈകിയാലും കപ്പൽ കമ്പനികൾക്കോ അതോടൊപ്പം വ്യാപാരികൾക്കോ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല എന്നതാണ് ഈ തീരുമാനത്തിന്റെ പ്രത്യേകത. ഹാഷ്മി കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.